നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഒരു നേതാവിന്റെ പ്രധാന ആയുധം ആരെയും പിടിച്ചിരുത്തുന്ന പ്രസംഗങ്ങളാണ്. കത്തൽ പ്രസംഗങ്ങളിലൂടെ ജനലക്ഷങ്ങളെ ആവേശം കൊള്ളിക്കുന്ന നേതാക്കൾക്കിടയിൽ മിതഭാഷി എന്ന വിശേഷണവുമായി രാഷ്ട്രീയ പരീക്ഷണത്തിനിറങ്ങി വിജയം കൊയ്ത ദളപതി വിജയ് ഒരു അത്ഭുതമായി മാറുകയാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റുകൾ നേടി തമിഴക വെട്രി കഴകം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിട്ടും വിജയ് പുലർത്തുന്ന നിശബ്ദത രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിക്കുന്നതാണ്. രാഷ്ട്രീയത്തിലെ പരമ്പരാഗത കീഴ്വഴക്കങ്ങളെ പാടെ തള്ളിക്കൊണ്ടുള്ള ഒരു വിജയ് സ്റ്റൈൽ വിജയമാണിത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ആഴ്ചയിൽ തമിഴ്നാട് മുഴുവൻ ഇളക്കിമറിച്ചുള്ള റോഡ് ഷോകളിൽ വിജയ് ആകെ സംസാരിച്ചത് വെറും 35 മിനിറ്റ് മാത്രമാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇതേ കാലയളവിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ 5 മണിക്കൂറിലധികവും എടപ്പാളി പളനിസ്വാമി 13 മണിക്കൂറിലധികവും പ്രസംഗിച്ചെന്നറിയുമ്പോഴാണ് വിജയുടെ രീതി എത്രത്തോളം വ്യത്യസ്തമാണെന്നത് മനസ്സിലാകുന്നത്. മിക്കവാറും പ്രസംഗങ്ങൾ 5 മിനിറ്റിൽ ഒതുങ്ങി ചുരുങ്ങിയതും കൃത്യവുമായ സന്ദേശങ്ങൾ മാത്രം നൽകി ബാക്കി കാര്യങ്ങൾ പാർട്ടി സംവിധാനത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് റാലികളെ ഒരു സിനിമാ സെറ്റിൽ എന്ന പോലെയാണ് വിജയ് സമീപിച്ചത്. പ്രസംഗത്തിനിടെ വരികൾ തെറ്റുകയോ വാക്കുകൾ കിട്ടാതെ വരികയോ ചെയ്താൽ ഒരു സിനിമാ ഷൂട്ടിങ്ങിൽ എന്ന പോലെ അദ്ദേഹം പ്രസംഗം നിർത്തുകയും ജനങ്ങളോട് മാപ്പ് ചോദിക്കുകയും വീണ്ടും തുടങ്ങുകയും ചെയ്യുമായിരുന്നു. രാഷ്ട്രീയ നേതാക്കളിൽ അപൂർവമായി മാത്രം കാണുന്ന ഈ സത്യസന്ധതയും ലാളിത്യവും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. ഒരു ടെലിവിഷൻ അഭിമുഖം പോലും നൽകാതെയും മാധ്യമപ്രവർത്തകരെ വളരെ കുറച്ചു മാത്രം കണ്ടും അദ്ദേഹം തന്റെ സ്വകാര്യതയും ഗൗരവവും കാത്തുസൂക്ഷിച്ചു. മിക്ക രാഷ്ട്രീയ പാർട്ടികളും വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു TVKയുടെ പ്രകടന പത്രികയിലും ഉണ്ടായിരുന്നത്. തൊഴിലവസരങ്ങൾ, സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസം, കുടുംബവാഴ്ച, അഴിമതി അവസാനിപ്പിക്കുക, മയക്കുമരുന്ന് മുക്തമായ സംസ്ഥാനം എന്നിവയായിരുന്നു അവ. ജനലക്ഷങ്ങളെ ആകർഷിക്കാനുള്ള അപാരമായ കഴിവുണ്ടായിട്ടും അദ്ദേഹം മിക്കവാറും നിശബ്ദനായിരുന്നു. വിജയെപ്പോലെ തന്നെ TVKയുടെ തരംഗവും നിശബ്ദമായിരുന്നു. അതിനാൽ തന്നെ ജനവികാരം അളക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് പ്രയാസകരമായി മാറി. തന്റെ പാർട്ടി സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തുന്നതിന് പകരം നിങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരാണെന്നോർത്ത് അധികം തലം പുകയ്ക്കേണ്ടതില്ല, എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ഞാൻ ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്നുണ്ടെന്ന ലളിതമായ സന്ദേശമാണ് അദ്ദേഹം വോട്ടർമാർക്ക് നൽകിയത്. തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും വിജയെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത വോട്ടർമാർ പോലും ഈ വാക്കുകളിൽ വിശ്വസിച്ച് വോട്ട് രേഖപ്പെടുത്തി. ചിലയിടങ്ങളിൽ വിജയ്ക്ക് പകരം ഹോളോഗ്രാമുകൾ പ്രത്യക്ഷപ്പെട്ടതും യുവാക്കൾക്കിടയിൽ വലിയ തരംഗമായി. പലരും വിജയെ MGRുമായി താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇരുവരുടെയും രാഷ്ട്രീയ പാതകൾ വ്യത്യസ്തമാണ്. MGR ദശാബ്ദങ്ങളോളം DMKയിൽ പ്രവർത്തിച്ച് അനുഭവസമ്പത്തുമായാണ് AIADMK രൂപീകരിച്ചത്. എന്നാൽ വിജയെ സംബന്ധിച്ചിടത്തോളം തന്റെ ദശകങ്ങൾ നീണ്ട സിനിമാ താരപ്പകിട്ടും ആരാധകരുടെ അടിയുറച്ച കൂറുമാണ് വിജയത്തിന് ആധാരമായത്. കുടുംബവാഴ്ച, അഴിമതി അവസാനിപ്പിക്കുക, സ്ത്രീ സുരക്ഷ, തൊഴിലവസരങ്ങൾ തുടങ്ങിയ വാഗ്ദാനങ്ങൾ TVKയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നെങ്കിലും വിജയ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമാണ് വോട്ടുകളായി മാറിയത്. നിശബ്ദനായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെയും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഒരു പടി കൂടി മുന്നിലെത്താൻ വിജയ്ക്ക് സാധിച്ചു. പ്രചരണ സമയത്ത് പലയിടത്തും വിജയ്ക്ക് പകരം ഹോളോഗ്രാമുകൾ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിന്റെ സിനിമകൾ ഇതിനകം തന്നെ കുടുംബങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ആഴത്തിലുള്ള വൈകാരിക വിശ്വാസം കെട്ടിപ്പടുത്തി. ആ വിശ്വാസം അദ്ദേഹം അധികം സംസാരിക്കാതെ അതൊക്കെ തന്നെ വോട്ടുകളായി മാറുകയായിരുന്നു. 7.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനം ഭരിക്കാൻ ഭരണ നിപുണതയും സഖ്യകക്ഷികളെ ഒപ്പം കൊണ്ടുപോകാനുള്ള കഴിവും ഉദ്യോഗസ്ഥ വൃന്ദവുമായും മാധ്യമങ്ങളുമായും നിരന്തരമായ സമ്പർക്കവും ഒക്കെ ആവശ്യമാണ്. വിജയ് അതിനൊക്കെ പ്രാപ്തനാകുമെന്ന് ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. വിജയുടെ ഈ നിശബ്ദ വിജയം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായമാണ്. തെരഞ്ഞെടുപ്പ് വിജയം നേടിയെങ്കിലും സഖ്യകക്ഷികളൊപ്പം കൊണ്ടുപോകുന്നതിലും ഉദ്യോഗസ്ഥ വൃന്ദത്തെ നയിക്കുന്നതിലും വിജയ് എത്രത്തോളം ഭരണ നിപുണത കാണിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട്.